അങ്ങനെ ഇപ്പോൾ എനിക്ക് ഈ പാർട്ടീഷൻ ചെയ്യണമെന്ന് ഈ വീട് വെച്ചപ്പോൾ തൊട്ടൊരു താല്പര്യം ഉണ്ടായിരുന്നു. 2 ദിവസം ഇങ്ങനെ തിരഞ്ഞു, ആരെയും കിട്ടിയില്ല. പിന്നെ ഞാൻ ഫേസ്ബുക്കിനകത്ത് ഇങ്ങനെ ഒരു ഗ്രൂപ്പിനെ കണ്ട്, എൻ്റെ വീടെന്ന് പറഞ്ഞ്. അതുകൊണ്ട് നമുക്കൊരു ആദ്യം ഇവരെ കുറിച്ചൊന്നും അറിയാത്തതും കൊണ്ട് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഇവരെങ്ങനെയാണ് ഈ വർക്ക് ചെയ്യുന്നത്, അവരുടെ വർക്കൊന്നും പോയി കാണാനോ ഒന്നും നമുക്ക് കഴിഞ്ഞില്ല. പുള്ളിയെ എപ്പോഴും വിളിച്ച് പറയും നല്ല സൂപ്പറായിട്ടാണ് ചെയ്തിരിക്കുന്നത്, നിങ്ങൾ വന്ന് കാണുമ്പോൾ ഞെട്ടിപ്പോന്നൊക്കെ. ആ വലിയ കാര്യമാക്കിയില്ല, ഈ പറച്ചിലൊക്കെ അല്ലേ ഉള്ളൂ. നമ്മളെപ്പോലെ സാധാരണക്കാരൊന്നും ഇത്ര വലിയൊന്നും പ്രതീക്ഷിക്കാറില്ല. എങ്ങനെയെങ്കിലും ഒരു വീട് വെച്ചിട്ട് ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ ചെയ്ത് മാറണമെന്ന് പക്ഷെ പ്രതീക്ഷിച്ചതിന് മേലെയായിരുന്നു കേട്ടോ. എൻ്റെ വീട്ടിൽ ഒരു പാർട്ടീഷൻ ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യമായി നമുക്ക് ഇവിടെ വർക്ക് ചെയ്ത ഒരു കാർപ്പൻ്റർ ഉണ്ടായിരുന്നു. പുള്ളിയെ സമീപിച്ചു. കാർപ്പൻ്റർ വന്ന് എന്നെ കൊണ്ട് ഒരു 3-4 ഏരിയ കൊണ്ട് കാണിച്ചപ്പോഴൊന്നും ഫിനിഷിങ് ഒന്നുമില്ല. നമുക്ക് അതിനോട് താല്പര്യം തോന്നിയില്ല. അത് പുള്ളിക്ക് ആ വർക്ക് കൊടുത്തായിരുന്നെങ്കിലും നമുക്ക് നമ്മളിപ്പോൾ ഈ എൻ്റെ വീടെന്ന് പറഞ്ഞ ഈ ടീം ചെയ്ത വർക്ക് രീതിയിൽ ഒരിക്കലും ചെയ്യാൻ കഴിയില്ല. അത് അവരുടെ ഹാൻഡ് ഓപ്പറേറ്റിംഗ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. അത് കാണാൻ വൃത്തിയില്ല. അങ്ങനെ ആയപ്പോൾ ഞാൻ പിന്നെ വീണ്ടും ഒരു അലൂമിനിയം ഫാബ്രിക്കേഷൻ ടീമിനെ പോയി കണ്ടു. അവർ ചെയ്ത വർക്കും കണ്ടു. ആ ടീമിൻ്റെ അടുത്ത് ചെന്നപ്പോഴും അവരുടെ 2-3 വർക്ക് കണ്ടതിനകത്തെല്ലാം ഈ അലൂമിനിയത്തിൻ്റെ റിവിറ്റ് ഗണ്ണ് ഉപയോഗിക്കുന്നത് കൊണ്ട് ഈ ഇങ്ങനെ സ്പോട്ടെല്ലാം കാണാൻ ക്ലിയർ അല്ല. അത് കാണാനും ഒരു ഇതില്ല, ലുക്കില്ല. അങ്ങനെ ആയപ്പോൾ എനിക്ക് ഈ പാർട്ടീഷൻ ചെയ്യണമെന്ന് ഈ വീട് വെച്ചപ്പോൾ തൊട്ടൊരു താല്പര്യം ഉണ്ടായിരുന്നു. അതായത് ഞാൻ 2 ദിവസം ഇങ്ങനെ തിരഞ്ഞു, ആരെയും കിട്ടിയില്ല. പിന്നെ ഞാൻ ഫേസ്ബുക്കിനകത്ത് ഇങ്ങനെ ഒരു ഗ്രൂപ്പിനെ കണ്ട്, എൻ്റെ വീടെന്ന് പറഞ്ഞ്. അങ്ങനെയാണ് ഞാൻ എൻ്റെ വീടെന്ന് പറഞ്ഞ ഗ്രൂപ്പിലെ ഫസ്റ്റിലെ കോണ്ടാക്ട് ചെയ്യുന്നു. അവരെ കോണ്ടാക്ട് ചെയ്താൽ ഇപ്പം എനിക്ക് ഈ പാർട്ടീഷൻ ചെയ്തിരിക്കുന്നത് എൻ്റെ വീടാണ്. അവരെ കോണ്ടാക്ട് ചെയ്ത സമയത്ത് അവർ ഫസ്റ്റിലെ പറഞ്ഞ് ഇവിടെ വന്ന് എൻ്റെ ഈ സൈറ്റ് വന്ന് കണ്ടിട്ട് ഏരിയയും കണ്ടിട്ട് എന്താണെന്ന് ഫസ്റ്റ് വന്ന് നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മുടെ ഇവിടെ വരുന്നത്. വന്ന് 2 പേര് ഇവിടെ വന്ന് ആദ്യമേ മെഷർമെൻ്റ് എടുത്തുകൊണ്ട് പോയിട്ട് എനിക്കാണെങ്കിൽ ഒരു ബഡ്ജറ്റ് പറഞ്ഞ് ഇത്ര ബഡ്ജറ്റിൽ ചെയ്തു തരാമെന്ന്. ഫസ്റ്റിലെ അതിൻ്റെ ഇലക്ട്രിക്കൽ വർക്കും ടോട്ടൽ വർക്കായിട്ട് ചെയ്തു തരാമെന്ന്. എൻ്റെ വീട് അടൂരാണ്, കൊട്ടാരക്കരയാണ് എൻ്റെ വീട്. ഇപ്പം നമുക്ക് ഇൻറ്റീരിയൽ ചെയ്ത് തന്ന ആൾക്കാരുടെ ഏരിയ. അതുകൊണ്ട് നമുക്കൊരു ആദ്യം ഇവരെക്കുറിച്ചൊന്നും അറിയാത്തതും കൊണ്ട് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഇവരെങ്ങനെയാണ് ഈ വർക്ക് ചെയ്യുന്നത്, അവരുടെ വർക്കൊന്നും പോയി കാണാനോ ഒന്നും നമുക്ക് കഴിഞ്ഞില്ല. നമുക്ക് ഒന്നാമത്തെ കാര്യം ടൈമില്ലായിരുന്നു. നമ്മുടെ പാല് കാച്ച് പെട്ടെന്ന് നടത്തതും കൊണ്ട് നമുക്കിതിനോട് ടൈം കിട്ടിയില്ല. അപ്പം നമ്മൾ അവരുടെ അടുത്തുനിന്ന് അവരെ വിളിച്ച് അവരിത് ചെയ്യാമെന്ന് പറഞ്ഞു. അവരൊരു മീഡിയം റേറ്റും വലുതായിട്ട് ഒരു ആവറേജ് റേറ്റാണ് എടുത്തിരിക്കുന്നത്. അവർ വന്ന് ചെയ്തു, നല്ല ഫിനിഷിംഗ് ഉണ്ട്, നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഞാനാണെങ്കിൽ ഫസ്റ്റ് വീട് ചെറുതായിട്ട് പണിഞ്ഞ സമയത്താണ് വന്നത്. പിന്നെ ഞാൻ പാല് കാച്ചിനാണ് വരുന്നത്. വന്ന് പുള്ളിയെ എപ്പോഴും വിളിച്ച് പറയും നല്ല സൂപ്പറായിട്ടാണ് ചെയ്തിരിക്കുന്നത്, നിങ്ങൾ വന്ന് കാണുമ്പോൾ ഞെട്ടിപ്പോന്നൊക്കെ. ആ വലിയ കാര്യമാക്കിയില്ല, ഈ പറച്ചിലൊക്കെ അല്ലേ ഉള്ളൂ. പക്ഷെ പ്രതീക്ഷിച്ചതിന് മേലെയായിരുന്നു കേട്ടോ. അതേമാതിരി ഇവിടെ അന്ന് ഹൗസ് വാമിങ്ങിന് വന്ന എല്ലാവർക്കും ഈ വർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അന്ന് എല്ലാവരും നമ്പർ ചോദിച്ചിട്ടുണ്ട്. നമുക്കും ഇനിയുള്ള വർക്കായാലും നമ്മുടെ സ്വന്തത്തിലായാലും സുഹൃത്തുക്കൾക്കായാലും നമ്മൾ ഈ ടീമിന് വർക്ക് കൊടുക്കണമെന്ന് നമുക്ക് താല്പര്യമുണ്ട്. അവർ വലിയ ബഡ്ജറ്റ് ഇല്ലാത്ത ഒരു ആവറേജ് ടീമാണ് അത് നമുക്ക് ചെയ്തു തന്നത്. നമ്മളെപ്പോലെ സാധാരണക്കാരൊന്നും ഇത്ര വലിയൊന്നും പ്രതീക്ഷിക്കാറില്ല. എങ്ങനെയെങ്കിലും ഒരു വീട് വെച്ചിട്ട് ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ ചെയ്ത് മാറണമെന്ന് പ്രതീക്ഷിച്ചേ. പിന്നെ ചേട്ടനാണെങ്കിൽ ഫേസ്ബുക്കിൽ കണ്ട് എൻ്റെ വീടെന്നുള്ള ഇതിലേക്ക് വന്ന് എന്താ പറയുക, നന്നായിട്ടുണ്ട്. അതേമാതിരി അവരുടെ ബിഹേവിങ് എല്ലാവരുടെയും നല്ലതായിരുന്നു. വന്ന സ്റ്റാഫുകളുടെ എല്ലാവരുടെയും ബിഹേവ് നല്ലതായിരുന്നു. നമുക്ക് എല്ലാ ഹെൽപ്പുകളും ചെയ്തു തന്നു. നമ്മളും അതേമാതിരി അവരോട് ഇപ്പോഴും നല്ലൊരു ടീമാണ്. ഇനിയും നമുക്ക് ഈ ടീമിനോട് സഹകരിച്ച് പോകണമെന്ന് താല്പര്യം. ഒരുപാട് നന്ദിയുണ്ട് എൻ്റെ വീടെന്ന ഇൻറ്റീരിയർ വർക്കിനോട്. നമുക്കിനിയുള്ള സുഹൃത്തുക്കളുടെ ആയാലും നമ്മളുടെ റിലേറ്റീവ്സിൻ്റെ ആയാലും ആരുടെ വീടിന് ഞങ്ങൾ അവരെ സമീപിക്കുന്നതാണ്. താങ്ക് യു സോ മച്ച്. എൻ്റെ വീട്